ഈ ജീവൻമുക്ത പുരുഷന്മാരിൽ 4 തരം ആൾക്കാരുണ്ട്. അതില് ബ്രഹ്മവിത്തുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കാമമാദികൾ വരുമോ? കാമമാദികൾ വന്നാലും കണത്തിൽ പോ മനത്തിൽ പറ്റാ, താമരയിലെ തണ്ണീർ പോൽ ജഗത്തോടും കൂടി വാഴ്വർ, പാവരനെ കാൺപിപ്പാർ പണ്ഡിത തിറമി കാട്ടാർ ഊവരും അവർ ഉളത്തു വകയാൽ ജീവൻമുക്തി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. നമുക്ക് തോന്നും ഈ ജീവൻമുക്തി അടഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, അതായത് 4ാം ഭൂമിയിൽ വരുന്ന ആളിനെയാണ് പറയുന്നത് ജീവൻമുക്തൻ. ഇവരെയാണ് നടുവാന ഭൂമിയിൽ വന്ന ആളുകൾ എന്നാണ് പറയുന്നത്. 7 ഭൂമിയിലെ 4ാമത്തെ ഭൂമി നടുഭൂമിയാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ അവര് പ്രത്യേകത പറയണമെന്ന് വെച്ചാൽ അവർക്ക് ജ്ഞാനം ഉദിച്ചു, ജ്ഞാനം ഉണ്ടായി. പക്ഷെ വന്നിട്ട് ആ പ്രാരബ്ധത്തിന് അനുസരിച്ചുള്ള ഒരു ഇത് അവർക്ക് തുടർന്നും ഉണ്ടാവും. അപ്പൊ അവർക്ക് പലരോട് ഇടപെടേണ്ടി വരും. അങ്ങനെയൊക്കെ അവർക്ക് ഈ കാമമാദികളൊക്കെ അവർക്ക് വരും, വരാതിരിക്കില്ല. പൂർണ്ണമായി വിദേഹ കൈവല്യം പറയും ഇതെല്ലാം തുടരുമെന്നാണ്. പക്ഷെ തുടർന്നാലും അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ കാമമാദികൾ വന്നാലും കണത്തിൽ പോകും, ഒരു നിമിഷം പോലും തങ്ങൂല. അതിനു മുമ്പ് തന്നെ അവർ കളയും. എങ്ങനെ വെച്ചാൽ താമരയിലെ തണ്ണീർ പോകും. താമരയിൽ വെള്ളം കിടന്നാലും ആ താമരയിലയിൽ പറ്റാത്തതുപോലെയാണ് അവർ ഈ പറയുന്ന ഇതിൻ്റെ ഇടയ്ക്ക് അവർ നിൽക്കുന്നത്. ഇതിൽ തന്നെ 2-3 വിഭാഗക്കാരെ പറയുന്നു. അവർ ചിലപ്പോൾ തപസ് ചെയ്ത് അവർ തുടരും. തപസ്, വലിയ തപസ്സുകൾ ചെയ്യും. മാധവം ചെയ്യലും ചെയ്യുക, വാണിഭം ചെയ്യലും ചെയ്യുക. ചിലപ്പോൾ കച്ചവടമൊക്കെ ചെയ്ത് അവർ പലരും അരിഞ്ഞാലികളായി. ഊമരുമാവർ, ചിലർ ആരോടും മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാതെ മൂകമായിട്ട് എവിടെയെങ്കിലും. ചിലർ പിച്ച എടുത്ത് ഉണ്ണോ, ഭിക്ഷ എടുത്തു വേണമെങ്കിലും ചിലർ ഉണ്ണു. ഇത് എന്തിനാണ് ഇത് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചിട്ട് സ്വാമി പറയുന്നു, ഈ ഭിക്ഷ എടുത്ത് ഉണ്ണുന്നതാണ് ശ്രേഷ്ഠമെന്ന് ധരിച്ച് മറ്റുള്ളവരെ എല്ലാം തള്ളിക്കറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഭിക്ഷ എടുത്തുകൊണ്ടുവന്നവർ മാത്രമല്ല, അവരീ പറഞ്ഞ 4 വെറൈറ്റീസ്, 3-4 വെറൈറ്റീസ് അവരുടെ ചിലർ ഭയങ്കര കൊടിയ തപസ്സുകൾ ചെയ്ത് തന്നെ കഴിയും. ചിലര് ഈ പറഞ്ഞൊക്കെ ഭിക്ഷ എടുത്ത് ഉണ്ട് കഴിയും. ചിലര് കച്ചവടം ചെയ്ത് ജീവിക്കും. ഇതെല്ലാം ജ്ഞാനികൾ അല്ലെന്ന് പറയാനുള്ള കാര്യമല്ല. കാരണം അവരുടെ പ്രാരബ്ധം അനുസരിച്ച് എന്തുകൊണ്ടാവാം എന്നുള്ള അർത്ഥം. അത് കഴിഞ്ഞിട്ട് അടുത്ത പദ്യത്തിലേക്ക് നമ്മൾ കടക്കും. 98ാമത്തെ പദ്യം. ചെന്നത് കരുതാർ നാളെ ചേർവത് നിനയാർ കൺമുൻ നിന്റത് കുതിപ്പാർ വെയിലിൽ വിൺവീഴുതു വീഴ്ത്തും പൊന്നിന ചവം വാഴ്ந்தாലും പുതുമയായി ഒന്നും പാരാർ നണ്ടു തീതെന്നാർ സാക്ഷി നടുവാന ജീവൻ മുത്തം. ചെന്നത് കരുതാർ നാളെ ചേർവത് നിനയാർ കൺമുൻ നിന്റത് കുതിപ്പാർ വെയിൽ നിലാവായി വീഴ്ത്തും പൊന്നിന ചവം വാഴ്ந்தாലും പുതുമയായി ഒന്നും പാരായി നന്ദി തീതെന്നാർ സാക്ഷി നടുവാന ജീവൻ മുത്തം. ആഖ്യാനം. ചെന്നത് കരുതാർ. പ്രപഞ്ചത്തിൽ വിദ്യാബുദ്ധിയാൽ പോയ കാലത്തിൽ പോയതിനെ പറ്റി അവർ ഒരിക്കലും ഓർമ്മിക്കുകയില്ല. ചെന്നത് പോയത് മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റി അവര് ശേഷം ചിന്തിക്കില്ല. നാളെ ചേർവത് നിനയാർ, ഇനി വരും കാലത്തിൽ വരാൻ പോകുന്നതിനെ പറ്റിയും അവർ ഓർമ്മിക്കുകയില്ല. കൺമുന്നിൻ്റെത് ഭുജിപ്പാർ. വർത്തമാനകാലത്തിൽ കണ്ണിനു മുമ്പേ പ്രാരബ്ധവശത്താൽ വന്നു നിൽക്കുന്ന ഭോഗങ്ങളെ അവർ ജീവൻമുക്തന്മാർ ഭുജിക്കും. വെയിൽ നിലാവായി, സൂര്യകിരണമായ വെയിലിൽ ചന്ദ്രകിരണമായ നിലാവിനെ പോലെ ശീതളമായി ആൽവൃക്ഷത്തിൽ എന്ന പോലെ ആകാശത്തിൽ നിന്ന് വീഴ്തു ഇറങ്ങി എന്ന് പറഞ്ഞാലും, അതുപോലെ പൊന്നിന്റെ ചവം വാഴ്ந்தாലും മരിച്ചുപോയ പ്രേതം പിന്നീട് ജീവിച്ചാലും അവരെ സംബന്ധിച്ച് പുതുമയായ ഒന്നും പാരായി. അവരെ സംബന്ധിച്ച് അവർ അതിശയമുള്ള കാര്യമേ അല്ല, ഒരു പുതുമയുള്ള കാര്യമല്ല. പുതുമയായ ഒന്നും പാരാൻ, ആശ്ചര്യമായ ഒന്നിനെയും കാണുകയില്ല. നന്ദതീതന്മാർ,
ഒന്നിനെ ഇത് നല്ലതെന്നും മറ്റൊന്നിനെ ഇത് ചീത്തയെന്നും പറയുക. ഇവരാണ് സാക്ഷി നടുവാണ് ജീവൻ മുക്തൻ. സാക്ഷിയായി ത്രിപുടി മധ്യമായ എന്നർത്ഥം. ത്രിപുടി മധ്യം, ജീവൻ മുക്തൻ, ജീവൻ മുക്തന്മാർ. എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ത്രിപുടിയാണ്, വാസ്തവത്തിൽ ത്രിപുടിയാണ് ഇവിടെ കളിക്കുന്നത്. അതായത് കാണുന്നതിനായിട്ടും കാഴ്ചയായിട്ടും അറിവായിട്ടും നിന്നുകൊണ്ട് ഈ മനസ്സ് തന്നെ ഒരു പ്ലേ ചെയ്യുന്നതിന് നമ്മൾ കേവലം സാക്ഷിയാണെങ്കിലും അതിന് നിശ്ചേഷം നോക്കാതെ, അറിയാതെ, ഉണരാതെ, വേദാന്ത ശാസ്ത്രങ്ങൾ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. നീ സാക്ഷിയാണ്, എല്ലാത്തിനും നീ സാക്ഷിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഈ ത്രിപുടി ചെയ്യൽ ഇങ്ങനെ ഒരാൾ കാണുന്നവനായിട്ടും കണ്ട അറിവായിട്ടും കാഴ്ചയായിട്ടും കർത്താവായിട്ടും ഇങ്ങനെ നിൽക്കൂലേ? കർത്താവായിട്ട് കർമ്മമായിട്ട് ക്രിയയായിട്ട് നിൽക്കും, കാണുന്നതിനായിട്ട് കാഴ്ചയായിട്ടും അറിവായിട്ടും നിൽക്കും. ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു ചേലാണ് നമ്മുടെ മുമ്പേ അരങ്ങേറുന്നതെങ്കിലും അതിന് താൻ കേവലം സാക്ഷിയാണെന്ന് ഇരിക്കെ അത് തിരിച്ചറിയുന്നില്ല. ഇതാണ് ജീവൻ എന്നത്. ജീവത്വം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതുമായിട്ട് ചേർന്ന് തപ്തായ പിണ്ടം പോലെ ഇരിക്കുന്നത് ജീവത്വം. ഈശ്വരത്വം അതല്ല, ഇതിൽ നിന്ന് പിരിഞ്ഞ് സാക്ഷി പിരിഞ്ഞു കളഞ്ഞു. അപ്പൊ പിരിഞ്ഞ് നിന്നിട്ട് ഇതിനെ ഒരു നാടകമായിട്ട് കണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ ജീവൻ, ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരനും ജീവനും രണ്ട് സ്വഭാവക്കാരാണ്. ഈശ്വരനും ജീവനും ബ്രഹ്മത്തിൽ ഉപാധിവശ ഏർപ്പെട്ട രണ്ട് ചൈതന്യങ്ങളാണ്. അതിൽ ജീവൻ എന്ന് പറയുന്നതാണ്, ജീവനായിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ കുറ്റം. വാസ്തവത്തിൽ നമ്മൾ ജീവനും അല്ല ഈശ്വരനും അല്ല, സാക്ഷാൽ ബ്രഹ്മസ്വരൂപമാണ്. പക്ഷെ അത് വളരാനായിട്ട് പുണ്യം ഇതൊന്നും അനുവദിക്കുന്നില്ല. അപ്പം തൽക്കാലം അവർ പറയുന്നു, ഇത് ഈ പരമാത്മ സ്വരൂപത്തെ അറിഞ്ഞ്, ആ കൂടസ്ഥനെ അറിഞ്ഞ് ആ ജീവൻ മുക്തി പദത്തിലേക്ക് വന്നാൽ പോലും അവർ എത്രയോ വലിയ ലെവലിലേക്ക് മാറിപ്പോയി. അവരുടെ സ്വഭാവത്തെയാണ് നമ്മൾ വർണ്ണിച്ചുകൊണ്ട് വരണത്. അവരൊന്നിനെ പറ്റി, മുമ്പ് നടന്നതിനെ പറ്റി ചിന്തിക്കൂല, ഇനി വരാൻ പോകുന്നതിനെ പറ്റി ചിന്തിക്കാന്ന് വെച്ചാൽ ചിന്തിച്ച് ഭയപ്പെടില്ലെന്ന്, ചിന്തിച്ച് ബേജാറാവില്ല. അതുപോലെ ഇനിയിപ്പോ ഇതാ അപ്പോഴും കണ്ണിന് മുമ്പിൽ നടക്കുന്നതിനെ മാത്രം അവർ ഭുജിക്കും. അവർ എന്തായാലും അത് ഈ പറയുന്ന രീതിയിൽ കൊള്ളാമെന്നോ കൊള്ളൂലെന്നോ ഉള്ള രീതിയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല അവർക്ക്. ഇങ്ങനെ ഒരു നിലയാണ് അവർക്കുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞത്. ഒന്നിനെ ഇത് നല്ലതെന്നോ മറ്റൊന്നിനെ ഇത് ചീത്തയെന്നോ പറയുകയില്ല അവർ ഒരിക്കലും. സാക്ഷി നടുവാണ് ജീവൻ മുക്തൻ. ഇവരാണ് ശരിക്കും ജീവൻ മുക്തന്മാർ. സാക്ഷി നടുവായിട്ട് ത്രിപുടി ചേല് മുടിഞ്ഞു നിൽക്കുന്നവരാണ്. ത്രിപുടി ചേല് മുടിയില്ല. ത്രിപുടിക്ക് സാക്ഷിയാണെന്നുള്ള അവബോധം ഉണ്ടാവുകയും അപ്പോഴും ഈ മനസ്സും ഈ കർണങ്ങളും അതാതിന്റെ ധർമ്മത്തെ ചെയ്തുകൊണ്ട് അത് ഇരിക്കും. അതാതിന്റെ ധർമ്മത്തെ ചെയ്ത് അത് ഇരിക്കുമ്പോഴും അത് സഹജമായിട്ട് താനാണെന്നുള്ള സഹജമായ ഒരു താതാത്മ്യം അവിടെ ഇല്ല. ഇപ്പൊ സാറിനെ കാണുമ്പോൾ ഞാൻ എന്റെ ഈ ശരീരത്തെയും മനസ്സിനെയൊക്കെ കാണും. സാറിനെ ഇപ്പൊ വേറെ ആളായിട്ട് കാണില്ലേ? ഒരു വെളിയിൽ വെച്ചിരിക്കുന്ന ഒരു വാഹനം ഇരിക്കില്ല, അതിൽ കാണുന്ന പോലെ ഈ ശരീരത്തിനെയും മനസ്സിനെയും, മനസ്സെന്ന് പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിനാണ് മനസ്സെന്ന് പറയുന്നത്. സ്ഥൂല ശരീരമാണ് ഈ കാണുന്ന ഈ തടി. ഈ മൂന്ന് ശരീരങ്ങളും ആത്മാവല്ല. ആത്മാവിൽ വന്നിട്ട് പോകുന്ന അവസ്ഥകൾക്ക് അനുയോജ്യമായി വന്നിട്ട് പോകുന്ന മൂന്ന് പ്രതിഭാസങ്ങളാണ്. വാസ്തവത്തിൽ അത് വെറുതെ തോന്നുന്നതാണ്. ഇത് പരമാർത്ഥമല്ല. ഇതാണ് വേദത്തിന് പറഞ്ഞു തരാനുള്ളത് നമുക്ക്. ഇതിന് തോന്നുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിദ്യയാണെന്നാണ് പറയുന്നത്. അസത്യമാണ്. ഈ തോന്നലും പറയുന്നതും ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടോ സാർ ഇതിനകത്ത്? ഒരു പറഞ്ഞു ഉണ്ട്, ഇതിനകത്ത് ഇതിനെ ഇതെല്ലാം അറിയുന്ന സാക്ഷികളുള്ളതുകൊണ്ടല്ലേ ഈ തോന്നലും അറിയലും ഒക്കെ നമുക്ക് പറയാൻ തന്നെ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് മാറാതെ നിന്ന് അവസ്ഥകളിൽ പെടാതെ നിന്ന് ഈ അവസ്ഥകളെ അറിഞ്ഞുകൊണ്ട് ഈ സാക്ഷിയിലിരിക്കുന്നു, വർത്തിക്കുന്നു. ഇതിനെയാണ് നീ പിരിച്ച് അറിയേണ്ടത്. അങ്ങനെ അറിയുന്ന പക്ഷം എന്ത് പറയുക, ഈ പറഞ്ഞ ജീവൻ മുക്തി നിലയിലേക്ക് മാറും. വേറെ ഒന്നുമല്ല സാർ, നമ്മുടെ ഇപ്പോഴുള്ള മാനസിക നിലകൾ തന്നെയാണ് ഇത് ദോഷമായിട്ടിരിക്കുന്നത്. വേദം എന്ത് ചെയ്യുന്നു? ഇതിന്റെ സത്യത്തെ ബോധിപ്പിക്കുന്നു. സത്യത്തെ ബോധിപ്പിച്ച് കേട്ടതുകൊണ്ടായില്ല, അത് ഏകാന്തത്തിൽ അതിനെ പരിശോധന ചെയ്യണം. ശോധിച്ച് അങ്ങനെ അതിന് ധ്യാനം ഒന്നാണ്. ആ ധ്യാനത്തിൽ അങ്ങനെ ചിരക്കാലം അങ്ങനെ കഴിയുമ്പോൾ ഒരു ഇംഗ്ലീഷ് സ്വാമി പറഞ്ഞിട്ട്,
ഇത് വേറെ ആർക്കോ തൻ്റെതല്ല, ഇത് ആർക്കോ ഉള്ളതുപോലെ വേറൊരാൾക്കുള്ളതുപോലെ തോന്നും. താനുമായിട്ട് ബന്ധമില്ല, അങ്ങനെ ആയിപ്പോകും. ഇങ്ങനെ പിരിയുന്ന ഒരു സ്വഭാവം ഇതിൽ വരുന്നത്, ഇങ്ങനെ പിരിഞ്ഞറിയുന്ന സ്വഭാവത്തിലേക്ക് ഇത് മാറും. ടപ്പെന്ന് പറഞ്ഞില്ലേ, ഇതുമായിട്ടുള്ള ഇതിനാണ് പറഞ്ഞ ഗ്രന്ഥി മോചനം എന്ന് പറഞ്ഞ ഇതിന് ഗ്രന്ഥി വിമോചനമായിട്ട് വരില്ല. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കെട്ടി വെച്ചിരിക്കും പോലെ ഇരിക്കുന്നത്. ഈ കെട്ടച്ചു പോകും, രണ്ട് പാർട്ടാവും. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ഗ്രന്ഥിത്രയ വിമോചനം. ഈ അഹങ്കാരത്തിനെയാണ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ അഹങ്കാരത്തിന്റെ നാശത്തിനെയാണ് ഗ്രന്ഥി മോചനമായിട്ടും പറയുന്നത്. ഇതെല്ലാം കൂടെ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്നായിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അതിനെ ഒന്ന് നോക്കിയാൽ തന്നെ അത് കെട്ടറ്റു പോകും എന്നാണ് ഇവരുടെ പക്ഷം. ആരുടെ? വേദപക്ഷം. പിന്നെ അവരുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോൾ അവർ പറയുന്നു, ഈ പറയുന്ന കണക്ക് ചെണ്ടത് കരുതാൻ നാളെ ചേർന്നതിനെയാർ, ഇതെല്ലാം അവരുടെ സ്വഭാവങ്ങളാണ്. പക്ഷെ എങ്കിലും ഈ സ്വഭാവത്തെ നമുക്ക് വേണമെങ്കിൽ അനുവർത്തിക്കാം. അങ്ങനെ അനുവർത്തിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ജ്ഞാനത്തിലേക്ക് വരാൻ എളുപ്പമായി. അവരുടെ സ്വഭാവത്തെ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതാണ് റിയൽ. കാരണം നമുക്ക് എന്തിനോ ഇന്നലെ ഉണ്ടായ കാര്യത്തെ പറ്റി ഇങ്ങനെ ഓർമ്മിച്ച് കൊണ്ടുവരില്ലേ, നാളെ ഇനി എന്താവും എന്നുള്ളതിനെ പറ്റി ഭയപ്പെടയില്ലേ? ഇതൊന്നുമില്ല അവർക്ക്. അവർ കേവലം അറിവേ സ്വരൂപമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. പ്രാരബ്ധം ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രാരബ്ധം തീരുന്നത് വരെ ഈ പറയുന്ന ശരീരവും മനസ്സും ഒക്കെ ഇതിൽ ആക്ടിവേറ്റ് ആണ്. പക്ഷെ അതൊന്നും താനല്ല, തന്നിൽ അത് വെറുതെ തോന്നുകയും മറയുകയും ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇതിരിക്കുന്നത് എന്നുള്ള അനുഭവം തന്നെ ഉണ്ടാവും. പതുക്കെ ഇങ്ങനെ പിരിച്ച് കാണാനായിട്ട് നമ്മൾ ശ്രമം ചെയ്ത് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു സ്വഭാവമായി തന്നെ മാറും. ഇങ്ങനെയാണ് ഇത് പറഞ്ഞു തന്നത്. ഇതുവെന്ന തോന്നിയവെല്ലാം ചിത്സ്വരൂപം ഇവണ്ണം പല ശക്തിയിലാക്കും എന്നുള്ള അനുഭൂതിയാൽ നല്ലതീതെന്നാർ. അതായത് നല്ലതും ചീത്തയുമായി കാണുന്നതെല്ലാം ചിത്സ്വരൂപമായതിനാൽ ഏത് നല്ലത് ഏത് ചീത്ത അങ്ങനെ ഇല്ല. ചെപ്പു നാമത്താൽ ഉണ്മയാൽ എല്ലാ തികഴും ആ ദേവനെയാകി ഇപ്പഴി അറിந்த ஞானி കൈക്കൊള്ളുവാൻ എത്തയെന്തന വെത്തൈ വിടുവാൻ എന്ന് ശ്രുതിയാൽ കാണുക. നടുവാണ് ജീവൻ മുദ്ര. 7 ഭൂമികളിൽ മുമ്പിലത്തെ 3 ഭൂമി അഭ്യാസഭൂമി, ഒടുവിലത്തെ 3 ഭൂമി ജീവൻ മുക്തരുടെ വേദഭൂമി, 4ാമത്തെ ഭൂമി സത്തോപത്തി ജീവൻ മുക്തന്റെ ഇതാണ് നടുഭൂമി. നടുവാണ് ജീവൻ മുക്തർ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക ജീവൻ മുക്തന്മാരുടെ സ്വഭാവം എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ജീവൻ മുക്തനാണോ എന്ന് അല്ലയോ എന്ന് അറിയാനും ഇത് നോക്കാം. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക് വന്നിട്ട് നിറഞ്ഞു പോകും സാർ. നമ്മൾ വിചാരിക്കുന്ന പ്രാക്ടീസ് ചെയ്ത് വരുന്നതല്ല ഇത്. ആക്ച്വലി ഇത് ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇതിന്റെ സ്വഭാവമായിട്ട് ഇത് ഇങ്ങനെയാണ് എല്ലാവരും നിൽക്കുന്നത്. അവര് ബലമായിട്ട് ശീലിച്ചു വെക്കുന്നതല്ലത്. അവർ ക്യാരക്ടറാണ്. അവര് ഒന്നും ഓർമ്മിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല. ഒന്നും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടില്ല. എന്നാൽ അവർ പ്രാരബ്ധം ഇരിക്കുന്നതുകൊണ്ട് വർത്തമാനകാലത്തില് വരുന്ന ഭോഗങ്ങളെ അവർ ഭുജിക്കും. ഇനി അതിനെപ്പറ്റി അടുത്ത ഇതിൽ വരുന്നുണ്ട്. 3 തരം ജീവൻ മുക്തന്മാരെ പറ്റി പറയുന്നു. ജീവൻ മുക്തൻ എന്ന് വെച്ചാൽ ആരുടെ കാര്യമല്ലത്. ഈ പറയുന്ന അഭ്യാസഭൂമി 3 ഭൂമി അഭ്യാസഭൂമിയാണ്. സുഖേച്ഛ വിചാരണ തരുമാനസ്. ഈ 3 അഭ്യാസഭൂമികളിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതില് ആ അഭ്യാസഭൂമിയിൽ നിന്ന് അനുഭവഭൂമി എന്ന് പറയുന്ന സത്വപത്തിയിലേക്ക് ഈ ജീവൻ മാറി വീഴും. അതിനെന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ശ്രുതിസമ്മതമായ അറിവും
ഗുരുവിന്റെ അനുഗ്രഹവും ഇതിനോടുള്ള താല്പര്യവും ഒക്കെ വേണം. അറിവ് വേണം, താല്പര്യം വേണം, അതുപോലെ ഗുരുവിന്റെ അനുഗ്രഹം വേണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ ഇതിന്റെ അനുഭവം സ്പഷ്ടമായി വരും. ഒരാൾക്ക് തെളിഞ്ഞു വരും. ആനന്ദത്തിൽ വന്ന് കുളിക്കാൻ ആരംഭിക്കും. ആനന്ദത്തിൽ കുളിക്കാൻ തുടങ്ങി ജീവൻ ആനന്ദത്തിൽ ആറാടാൻ തുടങ്ങി എന്ന് പറയും. അതാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ജന്മങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കഷ്ടതകളാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചാണല്ലോ ഈ ജീവന്മാരിത് ഈ വേദത്തെ ആശ്രയിക്കുന്നു. അല്ലാതെ ഈ വേദത്തെ ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത് തമാശയായിട്ടൊരു കളിക്കോ വിനോദത്തിനോ ഇതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. കാര്യം അറിഞ്ഞ് ഇതിനെ ആശ്രയിക്കുന്നവർക്കാണ് ഇതിന്റെ ഫലം വരാൻ പോകുന്നത്. ഭവരോഗ വൈദ്യം, ഈ ജനനമരണ സംസാര ദുഃഖത്തിന്റെ വൈദ്യമായിട്ടാണ്, മരുന്നായിട്ടാണ് ഇതിരിക്കുന്നത്. ഏതിരിക്കുന്നത്? ഈ വേദങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇതില് ദുഃഖമാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഇതിൽ നിന്ന് മോചനം ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ കാരണമാവും. അങ്ങനെ അതിൽ ദുഃഖമാണ് തിരിച്ചറിയാത്തിടത്തോളം അവരാരും അധികാരികളും അല്ല, ഇതിൽ അധികാരികളല്ല. രമണ ഭഗവാന്റെ ഉള്ളത് 40 പദ്യം ഈ അധികാരി ലക്ഷണത്തെ പറ്റി പറയുമ്പോൾ, മരണഭയമിക്കുള്ള മക്കൾ അണരാക മരണഭയമില്ലാമ ഹേശൻ ചരണമേ ചാർവാകൾ ഇതൊക്കെ പറഞ്ഞു വരും. എന്നുവെച്ചാൽ മരണഭയമാണ് പോലും ഇതിന്റെ അധികാരി നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ആ പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യം പറയുമ്പോഴും പരീക്ഷത്തിന് അവസാനം എന്തായി? തക്ഷകനാൽ 7 ദിവസം കൊണ്ട് മരിച്ചു പോകുമെന്നുള്ള ഭയമാണ് ഉണ്ടായി. ആ ഭയത്തിൽ നിന്നാണ് അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരക്കാനും അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഇതുപോലെയാണ്. അത് നമുക്ക് എന്താണ് ഈ ഭൗതിക വാസ്തവത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? കുറച്ച് പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ളൊരു ഭാവന, ഒരു കേവല ഭാവനയെ വളർത്തി അവരെ അടഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിലല്ല. ഇതൊന്നും നമ്മളെ രക്ഷിക്കാൻ പര്യാപ്തമല്ല. ഒന്നും ലോകവസ്തുക്കൾക്കൊക്കെ എത്രയോ ദൂരെ നിൽക്കാനേ സാധിക്കുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞാണ് അവർ ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് ഈ അധ്യാത്മത്തിലേക്ക് പ്രവേശിച്ചത് പോലും അങ്ങനെയാണ്. അങ്ങനെ പ്രവേശിച്ച് അവര് ഒരു ഗുരുവിനെ കിട്ടി അവരതില് അങ്ങനെ പഴകി വരവേ അവർക്ക് ഈ പറയുന്ന കാര്യം ആ ഗുരു തന്നെ കാണിച്ചു കൊടുക്കും. അവർക്ക് തന്നെ ബോധ്യപ്പെടും വാസ്തവം ഇതാണ്. ഇപ്പൊ ഈ രൂപത്തിലാണ് ഇതില് ഈ അധികാരികൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നത്. മറ്റേ ഈ അധികാരത്വം പറയാൻ വേണ്ടി ഈ ചില പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്തിന്? ഈ നരകത്തിൽ നിന്നെ കരകേറ്റിടണം തിരുവയ്ക്കം വാഴും ശിവശംഭോ. ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞ ആളുടെ ഒരു ലക്ഷണം അവിടെ പാടിയതാണ്. അപ്പോഴായിരിക്കും പൈസയൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ബാങ്കിലേക്ക് കിടക്കുന്നവർ വിചാരിക്കും ഈ ദൈവമാര് എന്തോന്ന് പറയും, തീരെ സുഖമല്ലേ? ദുഃഖം ആര് പറഞ്ഞു? ഇല്ല സാർ, ആ ഭൂതത്തെ അങ്ങനെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ളവരല്ല. കൃഷ്ണദേവ പറഞ്ഞതിന് പണക്കാരൻ ഒട്ടകം സൂചി വരയ്ക്കത്തോടെ കിടക്കുന്ന പോലെയാണ് സ്വർഗരാജ്യം കാണുന്നത്. അല്ലേ കൃഷ്ണ? ഒട്ടകത്തിന് സൂചിയുടെ ഇതിന്റെ ഇടയിൽ കൂടെ നൂല് കോർക്കുന്ന ഇടയിൽ കൂടെ കയറാൻ എത്ര പാടോ അതുപോലെയാണ്. അത്ര പാടാണ്. പണമുള്ളത് ഒരു കുറ്റമൊന്നുമില്ല. പക്ഷേ അത് നല്ല മാർഗത്തിലേക്ക് ചിലവാക്കാൻ ഉള്ള മനസ്സുകൂടെ വന്നാൽ അത് ഏറ്റവും ടോപ്പാണ്. അതേസമയം മറ്റവരെല്ലാം സാറ് നോക്കണം, പൈസക്കാരെല്ലാം അവര് ഇതൊക്കെ ചെന്ന് പറയണേ ഈ ദുഃഖമാണ്, ഈ ലോകം ദുഃഖമയമാണ് എന്ന് പറഞ്ഞാൽ അവര് പറയും ഇത് ഇയാൾക്ക് എന്താ തനിക്കില്ലാതെ സുഖമല്ലോ.
അങ്ങനെ തോന്നുപോകുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ മൂർഖന്മാരായി പോകുന്നത്. കുറ്റമല്ല, അതിന് പുണ്യവും ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന ഒരു വലിയ ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ സഞ്ചരിക്കുന്നത്. അപൂർവമായിട്ടുള്ള ആളുകളാണ് ഇതിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷം നിൽക്കാൻ ആരും കാണില്ല. നിങ്ങൾ ജീവിതം തുറച്ചു കളഞ്ഞു. നിങ്ങൾ ആ സമയത്ത് 10 ചക്രം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ചോദിച്ച ആളുകൾ ഇരിക്കും. ഇനിയിപ്പോൾ ഒരു 10 പേര് കൂടിയെന്ന് വെച്ചാൽ അവരെയാണ് വിചാരണ നടക്കണമെങ്കിൽ ആരും ജയിക്കുന്നത്? അവരും ജയിക്കുള്ളൂ. അതുകൊണ്ടാണ് വേദത്തിനൊന്നും ഒന്നും പറയാനില്ല. പക്ഷെ ഇത് മനസ്സിലായിക്കോളൂ, ഈ അധികാരത്വം ഇല്ലെങ്കിൽ രമണ ഭഗവാൻ പറയുന്ന മരണഭയം ഉള്ളവനാണ് ഇതിന് അധികാരി. പരീക്ഷത്തിന്റെ ഇത് ഭാഗവതം പറയുന്നു, മരണം വരുമിനി എന്തു നിനച്ചിഹ മരുവുക സതതം നാരായണ. അത് പറയും. എന്തിനാണ് പറഞ്ഞത്? അധികാരി പറഞ്ഞതാണ്. അങ്ങനെ അതും അതിക്ലേശമാണ് ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ ഒരു ആള് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നും മാറി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന അവർക്കാണ് കൈവല്യത്തിന് പദ്യതാണ്. വെയിൽ സഹിത്തിട പുഴുപോൾ വെമ്പി പവമറും ജ്ഞാനതീർത്ഥം പനിന്തിട പതറിനാനി. അതായത് ഒരു പച്ച പുഴുവിനെ പിടിച്ച ഒരു വെയിലടിച്ച് പഴുത്ത് കിടക്കുന്ന ഒരു പാറക്കല്ലിന്റെ മുകളിൽ ഇട്ടാൽ ആ പുഴു എത്രമാത്രം പിടയ്ക്കും എന്നുള്ളതാണ്. എങ്ങനെ അതിൽ നിന്ന് മാറാനെ അതുപോലെ ജീവൻ പിടയ്ക്കുന്ന ജീവനാണ് ഇതിന്റെ അധികാരം എന്ന് പറയും. ഓക്കെ, നന്ദി തന്നാർ എന്നത് നല്ലതും ചീത്തയുമായതെല്ലാം ചിത്സ്വരൂപമായത് ആയതിനാൽ ഏത് നല്ലത് ഏത് ചീത്ത എന്നിങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് അവര് നല്ലതും ചീത്തയും നോക്കാത്തത്. നല്ലതെന്ന് പറഞ്ഞാലും ചീത്ത എന്ന് പറഞ്ഞാലും അതിൽ മനസ്സ് കൊണ്ടില്ലെങ്കിൽ ഇതെല്ലാം ഒരേ ശബ്ദമാണ്. ആ ശബ്ദം വേറൊന്നുമില്ല, പ്രണവമാണ്. ഒരു മുഴക്കം. അത് വാസ്തവത്തിൽ താൻ ആത്മാവാണെന്നുള്ളതിന് ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. എല്ലാ ശബ്ദങ്ങളും നാദമല്ലേ ഇത്? നാദബ്രഹ്മല്ലേ? നല്ലതെന്ന് പറഞ്ഞാലും ചീത്തയെന്ന് പറഞ്ഞാലും അർത്ഥം. ഇപ്പോ സാറിനെ നോക്കി നല്ലതുപോലെ പുകഴ്ത്തി ഞാൻ സംസാരിക്കുന്നു. സാർ എത്ര നല്ല പഠിച്ചിട്ടുള്ള ആളാണെന്ന് അറിയാം. സാർ ISROയിൽ എഞ്ചിനീയറായിരുന്നു. നല്ല രീതിയിൽ പല കാര്യങ്ങളും സാർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ലത്. ഇതെന്തോ നിങ്ങൾ എന്തോ പഠിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേറൊരാൾ പറയും, അത് ചീത്ത. ഇത് രണ്ടും ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ രണ്ടിലും അയാൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അത് കേൾക്കുന്നതിന് നല്ലതും ഇല്ല ചീത്തയും ഇല്ല. അവര് ഈ നല്ലതൊന്നും ചീത്തയൊന്നും ആര് കണ്ടു സാർ? ഈ മനസ്സാണ്. ഈ മനസ്സറ്റ് നിൽക്കുന്ന അതിലെങ്ങനെയാണ് മനസ്സറ്റ് നിൽക്കുന്നതെന്ന് അവർ പറയുന്നത്. നല്ലതും ചീത്തയും രണ്ടും രണ്ട് ശബ്ദങ്ങൾ മാത്രമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രണവമാണ്, ഓമാണ്. ഓം എന്നുള്ള ഒരു ശബ്ദധ്വനിയാണ് ഇതിൽ കൂടെ പുറപ്പെടുവിച്ച് കേട്ടിരിക്കുന്നത്. മനസ്സതിൽ അർത്ഥവ്യാഖ്യാനം ചെയ്തില്ലെങ്കിൽ രണ്ടും ആത്മസ്വരൂപത്തെ ഉണർത്തി നിൽക്കുന്ന ഫാക്ടേഴ്സാണ്. എല്ലാം പ്രണവമാണ് സർ. പ്രണവം അല്ലാതായിപ്പോൾ നല്ലതും ചീത്ത എന്നുള്ള രൂപത്തിൽ മനസ്സ് ഇതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതില്ലെങ്കിൽ എല്ലാം നല്ലതെന്ന് പറഞ്ഞൂടാ. നല്ലതെന്ന് പറഞ്ഞ ചീത്തയെ വെച്ചുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നതും ചീത്ത എന്ന് പറയുന്നത് പരസ്പരം ഈ പറയുന്ന ആപേക്ഷികമായിട്ടുള്ള ജ്ഞാനങ്ങളാണ്. ഇത് രണ്ടും സത്യമായിരിക്കുന്ന ജ്ഞാനമെന്ന് പറയുന്നത് താൻ ഉണ്ട്. അതാണ് അതിനെ ഉണർത്തുന്ന കാര്യങ്ങളായിട്ടാണ് ഇതെല്ലാം. ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചത് ഈ ജീവന്മാരെല്ലാം മുക്തിയടഞ്ഞു പോകാനാണ്. മുക്തിയടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ച രചന ചെയ്തതെന്നാണ് പറയുന്നത്.
അങ്ങനെ ആ രചനയാണ് വാസ്തവത്തിൽ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടു പോകുന്നത്. അതിന് കൊടുത്ത ബുദ്ധി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിന് കൊടുത്ത എല്ലാം തന്നെ ആ ആത്മസ്വരൂപത്തെ നിർണയിച്ച് മുക്തി അടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എല്ലാം വന്നിരിക്കുന്നത്. അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാതെ എല്ലാവരും ഇതിൽ തിരിഞ്ഞു പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്, വേറെ ഒന്നുമല്ല. അതിന്റെ കാരണം പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന കണക്ക് പുണ്യമില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. രണ്ടാമത് പറയാം, ഒരു ഗുരുവിനെ അവർക്ക് കിട്ടിയില്ല, നല്ലത് കേട്ടില്ല, അവർക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, വേദം കേൾക്കാനൊന്നും ഭാഗ്യം ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇവിടെ സ്വാമി പറയുന്നു, ഈ ജീവൻ മുക്ത പുരുഷന്മാർ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവര് അർത്ഥം എടുക്കുന്നത്. ഇവര് പറയുന്നു, ചെന്നത് കരുതാൻ പോയതിനെ പറ്റി അവർ അല്പം പോലും ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാനുള്ള ഒരു കാര്യത്തെയാണ് ഓർമ്മിക്കുക എന്ന് പറയുന്നത്. അതുപോലെ നാളത്തെ പറ്റി ചിന്തിച്ചവര് നാളെ ചേർവത് നിനയാൽ അതിനെപ്പറ്റി അവർ ചിന്തിക്കില്ല. അപ്പോ പറയും വർത്തമാനകാലത്തിൽ എങ്ങനെ ഇരിക്കും? വർത്തമാനകാലത്തിൽ എന്ന് പറയുമ്പോൾ കൺമുൻ നിന്റത് ഭുജിപ്പ, പ്രത്യക്ഷമായി കണ്ണിന് മുമ്പേ വരുന്നതിനെ അവര് ഭുജിക്കുമെന്ന് വെച്ചാൽ അനുഭവിക്കുമെന്നാണ് അർത്ഥം. അതുപോലെ ചിലർ പറയില്ലേ, സൂര്യന്റെ കിരണം ചന്ദ്രകിരണം പോലെ തണുത്തതാണെന്ന് പറഞ്ഞാൽ, അതുപോലെ ഒരു ശവം ചത്തുകിടക്കുന്ന ഒരു ശവം എണീറ്റ് നടന്നു എന്ന് പറഞ്ഞാലും അതിലൊന്നും അവർ ഒരു പുതുമയും കൊള്ളൂല. പുതുമയായി ഒന്നും പാരാർ നല്ലതീതെണ്ണാർ, നല്ലതൊന്നും ചീത്തയെന്നോ ഒന്നും അവർ പറയില്ല. സാക്ഷി നടുവാണ് ജീവൻ മുക്തന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിരിക്കുക. ഇനി 99 പറയുന്നു, പിന്നെ മൂവരിൽ 2 പേர்களுം സമാധി യോഗം തന്നെ ഉറ്റിരുപ്പാർ ദേഹ സഞ്ചാര നിമിത്തമായി ഉണ്ണുവോൻ വരൻ വേറ്റൊരാൾ ഉൺപവൻ വരിയാനാകും, അന്യർ തമ്മാൽ തന്നാൽ അറിയാതോൻ വരിട്ടനാമി. ഈ 3 ഇപ്പോൾ ജീവൻ മുക്തന്മാരില് ഈ പറയുന്ന ബ്രഹ്മവിത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങോട്ട് 3 പേര് കിടക്കുകയാണ്, വരൻ, വരിയാൻ, വരിട്ടൻ. അവരെ പറ്റി പറയണം. പിന്നെ മൂവരിൽ 2 പേர்களுം സമാധിയോഗം തന്നെ ഉറ്റിരുപ്പാർ ദേഹ സഞ്ചാര നിമിത്തം താനായി അതിൽ ഉന്നുവോൻ വരൻ വേറ്റൊരാൾ ഉൺപവൻ വരിയാനാകും, അന്യർ തമ്മാൽ തന്നാൽ അറിയാതോ വരിട്ടനാമി. 3 ഡിഫറെന്റ് ടൈപ്പാണ്. ബ്രഹ്മവിദ്യ പോലെ അല്ല അവര്, തികച്ചും വ്യത്യാസമാണ്. ഇത് പറയണം. പിന്നെ മൂവരിൽ വരൻ വരിയാൻ വരിട്ടൻ എന്ന ഇനിയുള്ള മൂവരിൽ ഈ 2 പേர்களுം വരനും വരിയാൻ എന്ന ഇരുവരും സമാധിയോഗം തന്നെ, സമാധിയോഗത്തെ ഉറ്റു ഇരുപ്പാർ, സമാധിയോഗത്തിൽ എപ്പോഴും ചേർന്നിരിക്കും. ദേഹസഞ്ചാരം നിമിത്തം ദേഹസ്ഥിതിക്ക് ഭിക്ഷയെടുക്കാൻ വേണ്ടി താനായി ഉണ്ണുവോ പ്രാരബ്ധവശത്താൽ സമാധിയിൽ നിന്നും കേവലം ഉദ്ധിതനായി ഒന്നും ഓർമ്മിക്കാതെ നിൽക്കുന്നവൻ വരനാകുന്നു. ബ്രഹ്മ വരൻ. വേറ്റൊരാൾ സമീപത്തുള്ള അന്യരായ ശിഷ്യൻ മുതലായവരാൽ ഉൺപവൻ, ഉണരുന്നവൻ വരിയാനാകും. അവനാണ് വരിയാൻ എന്ന് പറയുന്ന ആൾ. അന്യർ തമ്മാൽ തന്നാൽ, അന്യരാലും തന്നാലും അറിയാതോൻ വരിഷ്ഠനാണ്, അറിയാത്തവൻ വരിഷ്ഠനാണ്. ഈ 2 പേരുകളും സമാധിയോഗം തന്നെ ഉറ്റിരുപ്പാർ എന്ന് പറഞ്ഞതിനാൽ വരിഷ്ഠൻ സമാധിയിൽ അതീതനായി ഇരിക്കുമെന്ന് അർത്ഥാപത്യാൽ തെളിയുന്നു. വേറ്റൊരാൾ ഉണ്ടവൻ വരിയാനാകും എന്നതിന് വാസിത്വത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് വരൻ എങ്ങനെയെന്ന് വെച്ചാല്
അയാള് ഈ സമാധിയിൽ എപ്പോഴും സമാധിയിൽ ലീനനാണ് ഇവരെല്ലാം 3 പേര് സമാധിയിൽ ലീനന്മാരാണ് എപ്പോഴും. പക്ഷെ അയാൾ വരണം ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് ഉദ്ധിതൻ വെച്ചാൽ അതിൽ നിന്ന് സമാധി വിട്ടെണീക്കുന്ന ഉദ്ധിതനായിട്ട് ആഹാരം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് അവരെ മുമ്പിൽ അതവിടെ കാണും, കഴിക്കും. വരിയാരെന്ന് വെച്ചാൽ അങ്ങനെയല്ല. വരിയാൻ ഒരിക്കലും സ്വയമേ ആഹാരം കഴിക്കില്ല. അവരാരെങ്കിലും ഉദ്ധിത ഉണർത്തിക്കൊണ്ടുവന്ന് ആഹാരം കൊടുക്കണം, എങ്കിലേ അവർ കഴിക്കും. ഇനി മറ്റൊരാളെ പറ്റി പറഞ്ഞില്ലേ, ഒരാൾ വേറൊരാൾ കാണാൻ പോലും സാധ്യത. അന്യർ തമ്മാൽ അത് അന്യർ നാലാമത്തെ ആള്, അതാണ് വരിട്ട പദവി. അപൂർവമാണോ അതൊക്കെ? അന്യർ തമ്മാൽ തന്നാൽ അറിയാതെ വരിട്ടനാണ്. അന്യരാലും അറിയില്ല, തന്നാലും അറിയില്ല. അങ്ങനെ ഒരു വിശപ്പ് അവർക്ക് ഉള്ളതായിട്ടുമില്ല. വാസ്തവത്തിൽ അവർക്ക് വിശപ്പില്ല. അവര് എപ്പോഴും അവർക്ക് വേറെ ഒന്നും വേണ്ട. മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. അതാണ് വരിട്ട പദവി. നമ്മുടെ സ്വാമി പറഞ്ഞിട്ടുണ്ട്, സ്വാമി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗുരുദേവന് ഏതാണ്ട് ഒരു വരിട്ട പദവിയിൽ വരേണ്ട ആളായിരുന്നു. പക്ഷെ എന്തോ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് നമുക്ക് കേരളത്തിൽ ഇവിടെ അവർക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ ഹിമാലയത്തിലൊക്കെ അവിടെ കാണും. ഇപ്പോഴും ഉണ്ടായിരുന്നല്ലോ സ്വാമി, ഇപ്പൊ കണ്ടില്ല. അപ്പോഴാണ് ഇവിടെ ഗോകർണത്തിൽ നിൽക്കുക, ഇപ്പുറത്ത് ഗോകർണത്തിലവിടെ. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞു ഇവിടെ നിൽക്കുന്ന സ്വാമി എന്ന് പറയും. അതിനുമ്പ് കന്യാകുമാരി ഇങ്ങനെ എന്നിട്ട് മനസ്സിലായത് സാർ, അവര് നടക്കൂല. അവര് യഥേഷ്ടം എങ്ങനെയാണോ അവരെ പറ്റി പറയാനേ പറ്റൂല. അന്യർ തമ്മാൽ തന്നാൽ അറിയാതെ വരിട്ടനാമ. അങ്ങനെ ഒരു വല്ലാത്തൊരു പദവിയാണ്. ബാബാസ്വാമിയെ പറ്റി പറയുന്ന ഇങ്ങനെയാണ്. നമ്മുടെ ബാബാസ്വാമി ഒരു ഹിമാലയത്തില് ഇല്ല, കേട്ടില്ല സുരേഷ്? ബാബാസ്വാമി കേട്ടിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞൂടാ വ്യക്തമായിട്ട്. പക്ഷേ ഒരു പറയണ ഇങ്ങനെയാണ്, എല്ലാവർക്കും ദർശനം കൊടുക്കുന്നുണ്ട്, പലർക്കും ദർശനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെയാണ്, അവര് സുതാര്യമല്ല, അങ്ങനെ എളുപ്പമല്ല അവര്. നമ്മുടെ സിദ്ധിസ്വാമിയും ഏതാണ്ട് വരിട്ട പദവിയിലെ ലെവലാണ് ഏതാണ്ട്. ചെറിയ ചില കാര്യങ്ങൾ എന്തിനറിയാം സാർ, അവർക്ക് വന്നത് കൊണ്ടാണ് സത്യത്തിൽ ഈ ലോകത്തിന് അവർ ഉപകാരപ്പെട്ടതെന്ന് വെച്ചാൽ മറ്റവർ ഉപകാരപ്പെട്ടില്ല എന്നല്ല. അതൊക്കെ വളരെ അതീതമായ നിലകളിൽ വരുമ്പോൾ അങ്ങനെയുള്ള അതീതമായ ആളുകൾക്ക് കാണാൻ പറ്റും. എനിക്ക് നാരായണ ഗുരുദേവൻ ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ട് ഒത്തു യാത്ര ചെയ്യാൻ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്വാമി മുഖമൊന്ന് കഴിയിട്ട് വരാമെന്ന് വിചാരിച്ച് അവരെല്ലാം അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് സ്വാമി ഒരു ഇതുണ്ടല്ലോ അതിനകത്തോട്ട് ഇറങ്ങി ചെന്നപ്പോൾ കാണാം, ഞാൻ വാഷ് ചെയ്തോണ്ടെങ്കിൽ അദ്ദേഹം നോക്കിയപ്പോൾ കാണാം, എന്നിട്ട് അദ്ദേഹം ഉള്ളിലോട്ട് നടന്നു പോയി. അപ്പോൾ ഈ കരയിൽ എത്ര പേര് നിൽക്കുകയാണ്. ഇതിൽ ഒരാൾ കണ്ടത്, ആ കണ്ടിട്ട് ചോദിച്ചു, സ്വാമി അങ്ങ് അവിടെ നിന്ന് ഉള്ളിലോട്ട് പോയി ആരോടാണ് സംസാരിച്ചത്? ഉള്ളിൽ പോയല്ലോ, അവിടെ ഒരാൾ സംസാരിച്ചത് ആ കണ്ടോളൂ എന്ന് ചോദിച്ചു. ഇത്ര ചോദിച്ചു. കാരണം ഈ വരിട്ട പദവിയിലൊക്കെ വരുന്നവരെ അവർക്ക് ദർശനം കൊടുക്കും. ഈ പറയുന്ന ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണ് സാർ, അവർക്ക് പറ്റും. നാരായണ ഗുരുദേവനും അവള് വരിയാൻ പദവിയിലാണ്. വരൻ, അതായത് ബ്രഹ്മവിത്തിന്റെ അടുത്ത സ്റ്റേജാണ് ബ്രഹ്മവരൻ. ബ്രഹ്മവരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആഹാരമൊക്കെ തന്നെത്താനെ ഉണർന്ന് അവര് അപ്പോഴത്തേനും അവരെ കണ്ണുമുള്ളിൽ ആരും ചോദിക്കുന്നില്ല. അവരെ വരും, മുമ്പേ വരും, അപ്പൊ അവരെടുത്ത് കഴിക്കും, അവർ പറയുന്നു വേണം. പക്ഷെ അടുത്ത സ്റ്റേജ് വരിക എന്ന് പറഞ്ഞാൽ ആഹാരത്തെ പറ്റി ഒരു വിചാരവും ഇല്ല. അത് അവർക്ക് കഴിക്കണമെന്നുള്ള താല്പര്യമില്ല, അവർക്ക് ഒന്നുമില്ല. അവർക്ക് നമുക്ക് തോന്നിയില്ലെങ്കിൽ, മനസ്സിൽ തോന്നിയില്ലെങ്കിൽ ആഹാരത്തിന്റെ ആവശ്യമില്ല വസ്തുത. അത് ചിന്മാസ്വാമി എന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. എടാ, പകലും 12 മണിക്കൂർ, രാത്രിയും 12 മണിക്കൂർ. രാത്രി 12 മണിക്കൂർ എത്ര സമയം ഒരാൾ ആഹാരം കഴിക്കും സുരേഷൻ? എന്നാൽ പകൽ നിങ്ങൾ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കും? രാവിലെ ബെഡ് കാഫി,
അത് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴത്തേനും കുറച്ച് എന്തെങ്കിലും അഡീഷണൽ വന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ പിന്നെ ഒരു 11:30 ഒരു സംഭാരം എല്ലാം കൂടി ചേർത്ത് പിന്നെ ഒരു 12:30, 12, 1 മണി, 2 മണിയാകുമ്പോൾ പിന്നെ ഒരു വലായികയാണ്. അപ്പോഴും ഒരു 18 പ്രാവശ്യം പകല് ആഹാരം കഴിക്കുന്നുണ്ടെന്ന് സുഖേഷ് പറഞ്ഞത് ഞാൻ എൻ്റെ. അപ്പൊ രാത്രി എന്തുകൊണ്ട് വേണ്ട? മനസ്സില്ലെങ്കിൽ ഈ ആഹാരത്തിന്റെ ആവശ്യമില്ല. ഇതാണ് സ്വാമി പറഞ്ഞ ഫാക്ട്. അപ്പൊ ഇവർക്ക് എന്താണ് സാർ ഈ ജീവൻ മുക്തന്മാരെന്ന് പറഞ്ഞത്? മനസ്സില്ല സാർ, അവർക്ക് അത്രയേ ഉള്ളൂ നമ്മളിൽ നിന്ന് വ്യത്യാസം. മനസ്സറ്റിരിക്കുന്നതുകൊണ്ട് അവർക്ക് സുഷുപ്തി നമുക്ക് 12 മണിക്കൂർ ആഹാരത്തിന്റെ ആവശ്യമുണ്ടാവും. ഇനി പോട്ടെ, സ്വാമി വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇനി സുഷുപ്തിയിൽ അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് വിശന്നാണ് കിടന്നത്, പക്ഷെ ഉറങ്ങിപ്പോയി എന്ന് വെച്ചോ ഒരു കുട്ടി. അപ്പൊ രാത്രി അച്ഛൻ വന്നു, താമസിച്ചാണ് വന്നു. അപ്പൊ പലഹാരങ്ങളൊക്കെ ഇട്ട് വന്നു. മോനെ, നിന്റെ അച്ഛൻ വന്നടാ, നല്ല പലഹാരം ഉണ്ടോ, എഴുതിയിടാ, തിന്നിടാ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് സാർ മനസ്സിലായ? അത് നിഷേധിക്കാനായിട്ട് അവന് തോന്നി. എന്തുകൊണ്ട്? അത് നിഷേധിക്കുകയാണ്. കാരണം അവൻ വേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല, വേറെ ഇല്ല, മനസ്സില്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ ഇല്ല. ഈ രൂപത്തിലാണ്. അപ്പൊ സമാധി ഇരിക്കുന്നതിനെ പറ്റി സാർ എന്ത് കരുതുന്നു? അവർക്ക് പ്രാണൻ പോലും വേണ്ട. നമ്മൾ ഈ പറഞ്ഞില്ല, എറിപ്രാണൻ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ജീവന്മാരുടെ പ്രാണനെ പറ്റി പറയുന്നത് എറിപ്രാണൻ. ഇങ്ങനെ തെറിക്കുകയും വരികയും അകത്ത് വരികയും തെറിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് പ്രാണനെ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇങ്ങനെ ചകലിച്ചിങ്ങനെ ആവും. കാരണം വേണമല്ലോ സാർ, കാരണം ഇതിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ അതിലല്ലേ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്പം മനസ്സ് പ്രവർത്തിച്ചാൽ പോയി, വികാരപ്പെട്ടാൽ പോയി, സർവ്വതും പോയി, പ്രാണന്റെ ബഹളമായി കഴിയും. അപ്പൊ ഇതാണ് സമാധി എന്ന് പറയുന്നത്. എന്താണ്? നിർവികാര സ്റ്റേറ്റാണ്. നിർവികാര സ്റ്റേറ്റ് എന്ന് വെച്ചാൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സ് പ്രവർത്തിക്കാതെ അടങ്ങിയ ഉടനെ മനസ്സിന് പറഞ്ഞ മനസ്സ് സത്തോട് പ്രധാനമായി എന്നാണ്. വേറൊരു രൂപത്തിൽ നമുക്ക് പറഞ്ഞു, മനസ്സ് പോകില്ല. ദേഹമുക്തി വരെ ഈ മനസ്സവിടെ ഉണ്ട്. പക്ഷെ മനസ്സ് എങ്ങനെയായി? എല്ലാം നിറഞ്ഞ തൃപ്തനായവനെ പോലെ ഇരിക്കുകയാണ്. തൃപ്തി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി ആഹാരം കൊടുക്കാന്ന് വെച്ചാൽ വേണോ സാർ? വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഒന്നും വേണ്ട. പൂർണ്ണനായിട്ടിരിക്കുകയാണ്. ഈ രൂപത്തിലാക്കണം മനസ്സിനെ. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്, മനസ്സിനെ ശാന്തമാക്കിയാൽ മതി, മനസ്സിനെ ദുർവിഷയമാക്കിയാൽ മതി, മനസ്സിനെ ഈ പറഞ്ഞ കണക്ക് സത്വഗുണത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. സത്വഗുണത്തിൽ കൊണ്ടുവന്നാൽ മതി. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരോടും സ്നേഹവും പിന്നെ ഇത് പരോപകാരവും ഒക്കെ ആയിട്ട് നിന്നാലും ഈ മനസ്സടയും കളയും. മനസ്സിന് കണ്ട ഔഷധമാണ് അന്യർക്ക് സേവ ചെയ്യുന്നത്. പരോപകാരമേ പുണ്യം പാപമേ പരമീഠനം എന്ന് വ്യാസഭഗവാൻ തന്നെ ഇതിന്റെ അടിയിൽ, ഭാഗവതത്തിന്റെ അടിയിൽ എഴുതി വെച്ചു. ഇത് മനസ്സിലാക്കിയില്ല സർ. ഗാന്ധിജിയൊക്കെ ഈ രാമ ജപിച്ചുകൊണ്ട് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്. അവർക്ക് ആവശ്യം എന്തിനാണ്? കക്കൂസ് കഴുകണം, വെള്ളം കൊണ്ടുവന്ന് വയ്ക്കണം, കടയിൽ പോയി സാധനമായിട്ട് കൊടുക്കണം. ഇതൊക്കെ ചെയ്തല്ലേ എബ്രഹാം ലിങ്കൺ പ്രസിഡന്റായിരുന്നു. ദൂരം ഈ വെട്ടത്തിരുന്ന് പഠിച്ചതാണ്, ഈ സ്ട്രീറ്റ് ലൈറ്റിൽ ഇരുന്ന് പഠിച്ച പയ്യൻ. പക്ഷെ പയ്യൻ എന്ത് ചെയ്തു? അവൻ എല്ലാ വീട്ടിലും ആവശ്യക്കാരനാണ്. രോമിലെ ഒരൊറ്റ ഓട്ടത്തിന് അവൻ പത്രം എല്ലാം ഇടും. എബ്രഹാം ലിങ്കൺ. അത് കഴിഞ്ഞിട്ട് അടുത്ത രാത്രി മാത്രം, അതും വീടൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റിൽ ഇരുന്ന് പഠിക്കുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ അവിടെ മനസ്സിൽ വിചാരിച്ചാൽ മതി ഇപ്പൊ അവിടെ ചെല്ലും. എന്താണ് സാധനം വാങ്ങിക്കല? ഒറ്റ ഓട്ടത്തിന് പോയി മാറ്റം കൂടും. അല്ല, എനർജറ്റിക്കാണ്. ഈ രൂപത്തിൽ പ്രവർത്തിച്ച് പുണ്യം ഉണ്ടാക്കിയ ആളെ അമേരിക്കയിലെ പ്രസിഡന്റായി സാർ. ഇതിലല്ല സാർ ഇതിന്റെ എല്ലാത്തിന്റെയും ആവശ്യമായിട്ടുള്ളത്. പുണ്യം വന്നപ്പോൾ നിറവ് വന്നപ്പോഴേ എല്ലാം വന്നു. നിറവ് വന്നാൽ എല്ലാം പറ്റില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ സമാധി യോഗത്തിൽ ഇരിക്കുന്ന ജ്ഞാനികളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജ്ഞാനികളുടെ പ്രത്യേകത, ഒരാള് പതുക്കെ അയാള് ഉദ്ധിതനാവും, സമാധി ഉദ്ധിതനായിട്ട് പിന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ ആരെങ്കിലും വല്ല കൊണ്ടുകൊടുത്താൽ അവർ കഴിക്കും, ഇത്രയേ ഉള്ളൂ.
അങ്ങനെ ഒരു അത്യാവശ്യമൊന്നുമില്ല അവർക്കും. പക്ഷേ വരിയാനും ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവൻ കഴിക്കില്ല. ആരെങ്കിലും കുത്തിളക്കിക്കൊണ്ട് പോയി കഴിപ്പിക്കണം. വരിഷ്ഠന്റെ കാര്യം പറയാനുമില്ല. അയാള് ഈ പറഞ്ഞ ആർക്കും കാണാനും പറ്റില്ല. അവര് ഇങ്ങനെ അത്യപൂർവങ്ങളായ 4 ജ്ഞാനികളിൽ നിശ്ചയമാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തില് ഇതാണ് നമ്മുടെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ആദ്യം. മറ്റതെല്ലാം സെക്കൻഡറി ആണ്. സെക്കൻഡറിയെ പിന്നെ ഫസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. ഇവര് നേരത്തെ പറഞ്ഞു മാർഗത്തെ ലക്ഷ്യമാക്കി വെച്ചു. മാർഗവും ലക്ഷ്യവും രണ്ടാണ്. ലക്ഷ്യം മാർഗത്തിന് എങ്ങനെയാണ്? മാർഗം എങ്ങനെയാണ്? ലക്ഷ്യമാണ്. അതിനുള്ള വഴികളാണ് ഇതൊക്കെ. വഴികളെയാണ് ലക്ഷ്യമല്ലത്. വഴികളല്ല അതിലേക്ക് പോകാൻ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ ഇതില് തീക്ഷ്ണമായിട്ടൊന്നും വേണ്ട, ഇതിനെ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇതിൽ വന്ന് വീഴുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം. തീക്ഷ്ണതയൊക്കെ മനസ്സിലാക്കും. ഇതിനെ നല്ലതുപോലെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ ആൾ വീഴും. കാരണം ഇതാണല്ലോ സത്യം. സത്യത്തെ വിട്ടു പോകാൻ പറ്റുമോ സാർ? ആർക്കും സത്യം നീയാണ്. നമ്മള് പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ ജനമഹാരാജാവ് കണ്ട സ്വപ്നത്തിലെ കണ്ടില്ലേ പറഞ്ഞത്? മഹാരാജാവ് കണ്ടു രാത്രി അയാൾ കിടന്നുറങ്ങി ഒരു സ്വപ്നം കണ്ടതില് അദ്ദേഹം ഒറ്റക്കാരനായിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നു, ആരും ഒന്നും കൊടുക്കുന്നുമില്ല. കടുത്ത ദുഃഖവും വിഷമവും അനുഭവിക്കുകയാണ് ആ സമയത്തൊക്കെ. എങ്ങനെ ഉണർന്നു വന്നപ്പോഴും അദ്ദേഹം കാണുന്നു രാജാവായിട്ടിരിക്കുന്നത്. ജനമാരാജാവിനാകെ കൺഫ്യൂഷനായി. ജനമാരാജ് ആലോചിച്ചു, ഇതില് വാസ്തവത്തില് രണ്ടും എന്റെ അനുഭവത്തിലുണ്ട്. ഇതിൽ ഏതാണ് വാസ്തവത്തിലായി ഞാൻ ജാഗ്രതയിലിരിക്കുന്ന ഈ രാജാവായിട്ടിരിക്കുന്ന ഇയാളാണോ സത്യം, അതോ സ്വപ്നത്തിൽ ആ ഭിക്ഷ എടുത്ത് നടന്നതാണോ സത്യം എന്ന് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വന്നു. അങ്ങനെ അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു, രാജധാനിയിലുള്ള പ്രമുഖന്മാരെല്ലാം വിളിച്ചു ചോദിച്ചു, ഇതിലേതാണ് സത്യം? അവർക്കെല്ലാം അറിയാം. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ രാജാവിന് തനിക്ക് വെളിവില്ലാതായ വെട്ടുപിടിച്ചെന്നൊക്കെയുള്ള രീതിയിൽ ഇവരുടെ ഇടയിൽ സംസാരമായി. അപ്പോഴാണ് അഷ്ടവക്രമുനി അതുവഴി പോവുകയായിരുന്നു പോലും. അദ്ദേഹവും ഈ വാർത്ത അറിഞ്ഞു. രാജാവിന് എന്തോ പറ്റി. എല്ലാവരും വളരെ വിഷമത്തിലാണ്. രാജാവിന് തലയ്ക്ക് സുഖമില്ലാതായി പോയതാണ് സംഭവം എന്നാണ് പറയുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ, അതാണോ ശരി, ഇതാണോ ശരി? അത് സ്വപ്നത്തിൽ കണ്ട പിച്ചക്കാരനായിട്ട് നിന്നതാണോ ശരി, അത് ഇപ്പൊ ഈ രാജാവായിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതാണോ ശരി എന്നാണ് ചോദിച്ചത്. അഷ്ടവക്ര മുനി വന്നു. മുനിയെന്നൊന്നും നോക്കിയില്ല. അദ്ദേഹത്തിന് എല്ലാം വിസ്മരിക്കപ്പെട്ടു പോയി. മുനിയെന്നോ ആരെന്നോ ഇല്ല. വേറൊരു ആളിനോട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇത് ഏതാണ് ശരി എന്ന് അഷ്ടവക്രനോട് ചോദിച്ചതാണ്. പറഞ്ഞു, രാജാവേ, അങ്ങ് സ്വപ്നത്തിൽ കണ്ട ഭിക്ഷക്കാരനും സത്യമല്ല, അങ്ങ് ഈ ജാഗ്രതയിലിരിക്കുന്ന ഈ രാജാവും സത്യമല്ല, പക്ഷെ അങ്ങ് സത്യമാണ്, അങ്ങാണ് സത്യം എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, രാജാവ് ജ്ഞാനമുണ്ടായി. അതെന്ത് സത്യം പറഞ്ഞാൽ ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനസ്സിന് സാക്ഷിയായിട്ട് നിൽക്കുകയാണ് താൻ എപ്പോഴും സാക്ഷി രൂപമായിട്ട് താൻ എപ്പോഴും നിൽക്കുകയാണ്. സർവസാക്ഷിമയമാണ് താൻ ഈ ഇതിനകത്തല്ല സാർ ഇരിക്കുന്നത്, സർവത്ര പരിപൂർണമായിരിക്കുന്നത് താൻ തന്നെയാണ്. ഈ അറിവ് ഒരു ഞൊടി കൊണ്ട് അഷ്ടവക്ര മുനിയിൽ നിന്നും ജനമഹാരാജാവിന് കിട്ടി. ആ ജ്ഞാനം അതിൽ ഫലിച്ചു. പക്ഷെ ആ ജ്ഞാനം ഫലിക്കുന്നതിന് അദ്ദേഹത്തിന് എന്താണ് ഉണ്ടായത്? ഈ സംശയം ഉണ്ടായി സാർ. ഈ സംശയ നിവാരണം ജ്ഞാനത്തിലേക്ക് കൊണ്ട് ചേർത്തു. രാജാവും സത്യമല്ല, പിച്ചക്കാരനും സത്യമല്ല, പക്ഷെ നീ സത്യമാണെന്ന് പറഞ്ഞു. നീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെടുത്തു. ഞാൻ എന്ന് പറഞ്ഞ ആരാണ് സാർ യഥാർത്ഥത്തിൽ ആലോചിച്ചോ? ഈ ഞാൻ ആരാണ്? ഈ ദേഹമാണോ, ഈ ഇന്ദ്രിയങ്ങളാണോ, ഈ മനസ്സാണോ, ഈ ബുദ്ധിയാണോ, ഈ ചിത്തമാണോ, ഈ അഹങ്കാരമാണോ, ഈ കാണപ്പെടുന്ന എന്തെങ്കിലും ഈ ലോകങ്ങളാണോ, ഈ ആകാശമാണോ, ഇതെല്ലാമാണോ? ഇതിനെ ഒന്ന് തിരയുന്നത് തന്നെ
ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ ഈ രൂപത്തില് ഈ അന്വേഷണ ബുദ്ധി, ആ സംശയം വന്നവർക്ക് അന്വേഷണമുണ്ട് ഇല്ലേ? സംശയം ഉണ്ടായാലേ അന്വേഷണമുള്ളൂ. അഷ്ടവക്ര മുനിയുടെ ഉപദേശം ഇത് കേട്ട ഉടനെ തന്നെ ജനമോഹരാജാവിന് ജ്ഞാനം ഉണ്ടായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിന്റെ ഒരു സംശയമായിരുന്നു, ഇത് ഏത് ശരിയെന്നുള്ള. ഇത് രണ്ടും തെറ്റെന്ന് പറഞ്ഞു കൊടുത്തു, ഇത് രണ്ടും ശരിയല്ലെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇത് രണ്ടിനെ അറിഞ്ഞ ആളാര്? നീയല്ലേ? നീ സത്യമാണ്. ഇത് രണ്ടിനെ അറിഞ്ഞ നീ സത്യം, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോക്കി. ഇതിനെപ്പറ്റി തന്നെ ധാരാളം മഹത്തുക്കളെ ഈ ഭാഗമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പല രൂപത്തില്. നീ എന്ന് പറഞ്ഞോണ്ടേ എന്ത് സാർ മനസ്സിലാക്കുന്നത്? രമണ ഭഗവാൻ പറഞ്ഞത് നീയാണ്, ഈ ഞാനാണ്. വാസ്തവത്തിൽ ഈ ഞാനാണ് സത്യമായിട്ടുള്ളത്, ഞാനാണ്. നിന്നെ ഈ ഞാൻ ആരാണെന്ന് തേടെന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ അതിനെ തേടി നാമരൂപരഹിതമായിരിക്കുന്ന ആത്മാവിൽ നിലയുറപ്പിച്ചു. ഇതാണ് ജീവനായിട്ടും ഈശ്വരനായിട്ടും ബ്രഹ്മത്തിൽ തന്നെ ഉപാധിവശാൽ വന്നതാണ്. ഇതിപ്പോ നമ്മൾ ജീവനായിട്ടിരുന്ന അജ്ഞാനിയായിട്ടിരിക്കുകയാണ് എല്ലാവരും. ജ്ഞാനം ഈശ്വരനാവുകയാണ്, ഈശ്വര സ്വരൂപത്തിലേക്ക് വരികയാണ്. ജ്ഞാനം അടഞ്ഞു എന്ന് പറഞ്ഞാൽ ഈശ്വര നിലയിലേക്ക് വന്നു. അവർക്ക് ആ ഈശ്വര നിലയിലേക്ക് വന്ന് ജ്ഞാനികളുടെ സ്വഭാവമാണ് ഈ പറഞ്ഞത്. അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഒന്നിനെ പറ്റിയുള്ള അവരെങ്ങനെയാണ് അകാമവാദികൾ വന്നാലും അവരുടെ സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വര നിലയിലേക്ക് വരുന്നതിനെയാണ് പറയുന്നത്. ഈ സാക്ഷാത്കാരം എന്ന് പറഞ്ഞ് വരുന്നില്ല സാർ. ഇതെല്ലാം വാസ്തവത്തിൽ ഈ ജീവന് തന്നെയാണ്. ഈ 7 അവസ്ഥയും ജീവന്റെതാണ്. വിദേഹമുക്തിയിലേക്ക് നയിക്കുകയാണ്. വിദേഹമുക്തിയാണ് ശരിക്കുള്ള മുക്തി. അതോടുകൂടി ഈ പറയുന്ന ഇനി ഒരു പുറപ്പില്ലാത്ത വിധത്തിൽ, ഇനി ഒരു ജനനമില്ലാത്ത വിധത്തിൽ ഈ ജീവൻ എല്ലാം തീർത്ത് അവസാനിക്കും. അതിൻ്റെയൊക്കെ യുക്തിയും കാര്യങ്ങളും ഒന്നും നമ്മുടെ സാധാരണ മനസ്സിൽ കിട്ടൂല. ഇതൊക്കെ അനുഭവിച്ചറിയാനുള്ള രഹസ്യങ്ങളായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ മതത്തിലൊക്കെ പറഞ്ഞു വെച്ച് പറഞ്ഞത് മാത്രമേ. അപ്പൊ നമ്മൾ ഈ ജീവൻ ഭക്തന്മാരെ പറ്റി 99ാമത്തെ പദ്യത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 2 പേരുകളും സമാധി യോഗം തന്നെ യുക്തിയിരുപ്പാർ എന്ന് പറഞ്ഞതിനാൽ വരിഷ്ഠൻ സമാധി ലീനനായിരിക്കുമെന്ന് അർത്ഥാപത്യാൽ തെളിയുന്നു. വേറ്റൊരാളാൽ ഉണ്ടവർ വരിയാനാകും എന്നതിന് വാസിഷ്ഠത്തിലും ഒരു പദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് 100 അടുത്ത ശരി. ഓമയ്യനേനുള്ള ജന്മങ്ങളാണ്ടമയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്കോറുദവിനായി ചെയ്യുമാറൊറ്റും കാണേ തിരുവടി പോറ്റി പോറ്റി.